Hello, welcome my dears. How are you all? I hope all are well. Okay. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ നോൺ മെറ്റൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ കുറച്ച് ഒരു 5 നോൺ മെറ്റൽസിനെ പറ്റി പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഹൈഡ്രജൻ ആണ്. ഹു ഡിസ്കവേർഡ് ഹൈഡ്രജൻ ചോദിച്ചാൽ ഹെൻറി കാവൻഡിഷ്. ഹൈഡ്രജനീസ് എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഹൈഡ്രജൻ ഡിറൈവ് ചെയ്തത്. അതേപോലെ തന്നെ ഹൈഡ്രജനെ നമ്മൾ സൺലൈറ്റിൻ്റെ പ്രസൻസിൽ ക്ലോറിനുമായിട്ട് റിയാക്ഷനിൽ ഏർപ്പെടുകയാണെങ്കിൽ നമുക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് കിട്ടുന്നതാണ് അവിടെ പറഞ്ഞത്. പിന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ ഹൈഡ്രജൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് പഠിക്കുന്നുണ്ട്. നിറമില്ല, ഗുണമില്ല, അല്ലേ? അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഹൈഡ്രജനെ കിട്ടുന്നത്? ഏതൊരു മെറ്റലും ഹൈഡ്രോക്ലോറിക് ആസിഡ് ഏതൊരു ആസിഡും മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ. പിന്നെ യൂസസ് കുറച്ച് പഠിക്കാനുണ്ട്. അവിടെ എന്തൊക്കെ യൂസസ് ആണ് ഹൈഡ്രജൻ്റെ എന്നുള്ളത്. പിന്നെ നമ്മൾ നോക്കുന്നത് കലോറിഫിക് വാല്യൂ എന്താണെന്നാണ്. എന്താണ് കലോറിഫിക് വാല്യൂ? ഒരു യൂണിറ്റ് മാസ് ഫ്യൂവൽ എടുത്തു കഴിഞ്ഞ് നമ്മൾ നന്നായിട്ട് ബേൺ ചെയ്യുന്ന സമയത്ത് എത്ര എനർജിയാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഹൈഡ്രജൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഹൈ കലോറിഫിക് വാല്യൂ ഉള്ളത് ഹൈഡ്രജനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ ഗുണം നമ്മളവിടെ പഠിക്കുന്നുണ്ട്. അതേപോലെ ഡിസഡ്വാൻറ്റേജസും പഠിക്കുന്നുണ്ട്, അല്ലേ? ഹൈഡ്രജന് നമുക്കറിയാം, എപ്പോൾ ഹൈഡ്രജൻ എയറുമായിട്ട് കണക്ട് ചെയ്താലും നമുക്ക് കിട്ടുന്നത് എന്ന് പറയുന്നത് വാട്ടറാണ്. സോ ഇത് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ഉണ്ടാക്കില്ല. സോ അത് നമുക്കൊരു ബെസ്റ്റ് ഫ്യൂവലാണ്. അതേപോലെ തന്നെ നമ്മൾ ഡിസഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ ഇത് നമുക്ക് ഒരു സ്റ്റോർ ചെയ്യാനുള്ള ഒരു സംവിധാനം ഇല്ല എന്നുള്ളതാണ്, അല്ലേ? ഹൈഡ്രജൻ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സംവിധാനം ഇല്ല. അതുപോലെ നല്ല പോപ്പ് സൗണ്ടിൽ ഉണ്ടാകുന്ന ഒരാളാണ് ഹൈഡ്രജൻ. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ കാർബണാണ്. കാർബണിന് നമുക്കറിയാം അലോട്രോപ്സുകളുണ്ട്, അല്ലേ? അലോട്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ കെമിക്കൽ പ്രോപ്പർട്ടി ആയിരിക്കും ബട്ട് ഡിഫറെൻ്റ് ഇൻ ഫിസിക്കൽ പ്രോപ്പർട്ടി, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളവരെയാണ് നമ്മൾ അലോട്രോപ്സ് എന്ന് വിളിക്കുക. കാർബണിൻ്റെ അലോട്രോപ്സ് ക്രിസ്റ്റലിൻ അലോട്രോപ്സും ഉണ്ട്, അമോർഫസ് അലോട്രോപ്സും ഉണ്ട്. ക്രിസ്റ്റലിൽ ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഗ്രഫിനൊക്കെ വരും. അതേപോലെ അമോർഫസിൽ നമുക്ക് കോള്, കൽക്കരി അതൊക്കെയാണ് അമോർഫസിൽ വരിക. അപ്പോൾ അത് എന്തൊക്കെയാണെന്നും അതിൻ്റെ ഓരോന്നിൻ്റെയും പ്രത്യേകത നമ്മൾ ക്ലാസ്സിൽ ഓരോന്നും ഡിസ്കസ് ചെയ്ത കാര്യമാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് നമുക്ക് ഇവിടെ പറയാം. ഫുള്ളറിൻ ഒരു കേജിലേക്ക് സ്ട്രക്ചറാണ്, ഫുട്ബോൾ ഷേപ്പ്ഡ് ആണെന്നൊക്കെ പഠിക്കുന്നുണ്ട്. അതുപോലെ ഡയമണ്ട് ഹാർഡ് നോൺ മെറ്റലാണ്. നമ്മുടെ ഡയമണ്ട് എന്ന് പറയുന്നത് ലസ്ട്രസ് ആണ്, തിളക്കമുള്ളതാണ്. അതേപോലെ ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സോഫ്റ്റാണ്. നമ്മുടെ പെൻസിലിൻ്റെ നിബൊക്കെ ഉണ്ടാക്കുന്നത് ഗ്രാഫൈറ്റ് വെച്ചിട്ടാണ്. ഓക്കെ. അതേപോലെ തന്നെ ഗ്രാഫൈറ്റിൻ്റെ ഒരു ലെയറിനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്രഫീന് കിട്ടും. അത് ഈ പറയുന്നത് പോലെ തന്നെ ഹൈ എന്താണ് നമുക്കിവിടെ കാണാം ഇവിടെ നമുക്ക് നമ്മുടെ ഗ്രാഫൈറ്റിൻ്റെ കേസിലും ഗ്രഫിൻ്റെ കേസിലും നോക്കുകയാണെങ്കിൽ ഇയാൾ ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുന്നുള്ളതാണ്. പിന്നെ നമുക്ക് ലബോറട്ടറിയിൽ എങ്ങനെയാണ് കാർബണിനെ നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. ഒന്നുമില്ല, നമ്മൾ കാൽസ്യം കാർബണേറ്റും അതേപോലെ കുറച്ച് എസിലുമായിട്ട് അവിടെ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഗ്യാസ് കിട്ടും. ആ ഗ്യാസിനെ നമ്മൾ എന്ത് ചെയ്യണം? ലൈം വാട്ടറിൽ കലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈം വാട്ടറിൽ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് അല്ലെങ്കിൽ വൈറ്റായിട്ട് മാറുന്ന മിൽക്കി കളറായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ദാറ്റ് മീൻസ് അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്നാണ്. ഓക്കെ. പിന്നെ കുറച്ച് യൂസസ് കൊടുത്തിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് യൂസസ് കൊടുത്തിട്ടുണ്ട്. ഡ്രൈ ഐസ് ഈസ് എ സോളിഡ് ഫോം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഡ്രൈ ഐസ് എന്താണെന്ന് ചോദിച്ചാൽ കാർബണിൻ്റെ സോളിഡ് ഫോമിനെയാണ് നമ്മൾ ഡ്രൈ ഐസ് എന്ന് പറയാം. ഓക്കെ. ദെൻ കാർബൺ മോണോക്സൈഡ് നമുക്കറിയാം നമ്മുടെ ഹെൽത്തിന് ഏറ്റവും ഹാനികരമായിട്ടുള്ള ആളാണ് കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ് റിയാക്ട് വിത്ത് ഹീമോഗ്ലോബിൻ ബ്ലഡ് ആൻഡ് ഫോംസ് കാർബോക്സി ഹീമോഗ്ലോബിൻ ആസ് എ റിസൾട്ട്, അല്ലേ? ഇതെന്ന് പറഞ്ഞാൽ ഒരു പോയിസൺസ് ആയിട്ട് മാറുന്ന സംഭവമാണ് നമ്മുടെ മോണോക്സൈഡ് എന്ന് പറയുന്നത്. പിന്നെ എന്തൊക്കെയാണ് കാർബൺ മോണോക്സൈഡ് യൂസസ്? ഗേഷ്യസ് ഫ്യൂവലാണ്, അല്ലേ? അതേപോലെ കുറച്ച് യൂസസ് മിസ് അവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്, അതൊന്ന് വായിച്ച് പഠിക്കാം. ദെൻ കാർബണേറ്റും ബൈകാർബണേറ്റിനെ പറ്റി പഠിക്കുന്നുണ്ട്. ഓക്കെ.